നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മുതിര മെഴുക്ക് വരട്ടിയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുതിര കുക്കറിൽ 6 വിസിൽ വരുന്നവരെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 12 മണിക്കൂർ കുതിർത്ത ശേഷമാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ 6 വിസിൽ വരുന്നവരെ വേവിക്കുക. കടുക്, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഉണക്കമുളക്, കറിവേപ്പില, ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ വേണേലും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടെ ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യാം. ഉണക്കമുളക്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് മൂപ്പിക്കുക എണ്ണയിൽ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുതിരയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പോട് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ആഡ് ചെയ്യും. മുതിര വേവിച്ച വെള്ളവും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി പറ്റിച്ച് എടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. മുതിര മെഴുക്ക് വരട്ടി വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ചെറിയ കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. കൂടുതൽ ഡ്രൈ ആയി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. ഇതിങ്ങനെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതോടെ മുതിര മെഴുക്ക് വരട്ടി തയ്യാറായി.